അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് വർക്കിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ 2 പാർട്ടിലും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ഒരു പാർട്ടിലും ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യും. ഇതാണ് ഫൈനൽ പാർട്ട്. ഈ ഒരു പാർട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. A takes twice as much time as B or thrice as much time as C to finish a piece of work. Working together, they can finish the work in 2 days. B can do the work alone in. അപ്പോൾ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കണതൊക്കെ ഒന്ന് നമുക്കൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, എന്താ പറഞ്ഞേക്കണത്? എ ടേക്സ് ട്വൈസ് ആസ് മച്ച് ടൈം ആസ് ബി എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ടൈമിൻ്റെ കേസിലാണ് പറഞ്ഞേക്കണത്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റിനാണ്. ടൈമിൻ്റെ ബേസിൽ പറഞ്ഞേക്കണത് എന്താണ് പറഞ്ഞേക്കണത്? എ ട്വൈസ് ആസ് ടൈം ആസ് ബി എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കണത് എ ടേക്സ് ത്രൈസ് ആസ് മച്ച് ടൈം ആസ് സി എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ 3C എന്ന് കിട്ടും. അതായത് ബി ഒരു ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ എ 2 ദിവസം കൊണ്ട് തീർക്കുക, സി ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ എ 3 ദിവസം കൊണ്ട് തീർക്കുക. ഓക്കെ, ടൈമിൻ്റെ ബേസിലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ടൈമിൻ്റെ ബേസിൽ ഇങ്ങനെയാണ്. വർക്കിൻ്റെ ബേസിൽ എഴുതാൻ നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ജനറൽ ഫോർമുലാസിലേക്ക് പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. അപ്പോൾ കഴിഞ്ഞ 2 പാർട്ടിൽ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും റെഫർ ചെയ്താലും ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈമിൻ്റെ ബേസിസിൽ ഇത് എഴുതിയെങ്കിൽ വർക്കിൻ്റെ ബേസിൽ എന്ത് എഴുതാൻ പറ്റും? ബി ഈക്വൽ ടു 2A എന്ന് എഴുതാൻ പറ്റും. കാരണം ബി ഒരു ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ എ 2 ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ബേസിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്, ജനറൽ ഫോർമുലയിലേക്ക് എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ എ ഈക്വൽ ടു 3C എന്ന് ടൈമിൽ എഴുതുവാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി വർക്കിൽ എന്ത് എഴുതാൻ പറ്റും? സി ഈക്വൽ ടു 3A എന്ന് എഴുതാൻ പറ്റും. അതായത് എ ഒരു വർക്ക് തീർന്ന സമയം കൊണ്ട് ബിയുടെ 2 വർക്ക് തീർക്കാൻ പറ്റും. എ ഒരു വർക്ക് തീർന്ന സമയം കൊണ്ട് സി 3 വർക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ആ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. നമുക്കപ്പോൾ ക്വസ്റ്റ്യനിൽ ബാക്കി തന്നേക്കണം എന്താണെന്നുള്ളത് എഴുതിയെടുക്കാം. ഓക്കെ, എന്തൊക്കെയാണ് തന്നേക്കുന്നത്? വർക്കിംഗ് ടുഗദർ ദേ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 2 days എന്ന് പറയുന്നത്. അതായത് എയും ബിയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് പറയണേ? 2 days കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദിച്ചത്. ബി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദിച്ചത്. നമുക്കപ്പോൾ എയുടെ ദിവസം നമുക്ക് എക്സ് ഡേയ്സ് എന്ന് എടുക്കാം. ഓക്കെ, എ എക്സ് ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ടൈമിൻ്റെ ബേസിൽ എന്താ പറയുന്നത്? ബി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയണേ? A/2. അതായത് ബി x/2 ഡേയ്സ്. അതായത് ബി ടൈമിൻ്റെ ബേസിസിൽ പറയുമ്പോൾ A/2 ആണല്ലോ. എ നമ്മൾ എക്സ് ഡേയ്സ് ആണ് എടുക്കണമെങ്കിൽ ബി x/2 ഡേയ്സ് ആയിരിക്കും. അതുപോലെ തന്നെ സി അപ്പോൾ എന്തായിരിക്കും? x/3 ഡേയ്സിലായിരിക്കും സിയുടെ വർക്ക് കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡേയ്സ് ആണ്. അപ്പോൾ നമുക്ക് 1 day വർക്ക് എടുക്കാം. 1 day വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയാമല്ലോ. എന്തായിരിക്കും? എയുടെ എന്തായിരിക്കും? 1/x ആയിരിക്കും. ബിയുടെ നമുക്ക് 2/x ആയിരിക്കും. കാരണം x/2ൻ്റെ 1/x/2 എന്ന് പറയുമ്പോൾ 2/x ആയിരിക്കുമല്ലോ. ഓക്കെ, കറസ്പോണ്ടിംഗ്ലി സി എന്ന് പറഞ്ഞാൽ 3/x ആയിരിക്കും. നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നമുക്ക് 1 day വർക്കും അങ്ങനെ കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? 3 പേരും വർക്ക് ചെയ്യുമ്പോൾ 2 ദിവസം കൊണ്ട് തീർന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിയുടെ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 3 പേരുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ നമുക്ക് എഴുതാം. 3 പേരുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ 1 day വർക്ക് എന്താണ്? A + B + സിയുടെ 1 day വർക്ക് എന്താണ്? 1/2 ആണ്. കാരണം 2 ദിവസം കൊണ്ട് തീർക്കുന്നു പറഞ്ഞാൽ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരുടെ ഇതൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് A + B + C 1 day വർക്കുള്ളത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അതായത് എയുടെ 1 day വർക്ക്, ബിയുടെ 1 day വർക്ക്, സിയുടെ 1 day വർക്ക് ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. ഓക്കെ, 1/x + 2/x + 3/x ഈക്വൽ ടു 1/2. അതായത് 6/x ഈക്വൽ ടു 1/2. എക്സ് ഈക്വൽ ടു എന്താണ്? 12. അതായത് എ 12 ദിവസം എടുത്തു, ബി എത്ര ദിവസം എടുത്തു? 12/2 എന്ന് പറഞ്ഞാൽ 6 days എടുത്തു. സി എന്ന് പറഞ്ഞാൽ 4 days എടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ബിയുടെ എത്ര ദിവസം എടുത്തു എന്നാണ് ചോദിച്ചത്. ദെർഫോർ ബി ടേക്സ് എത്ര ദിവസമാണ്? 6 days ടു കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, ടു കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, മനസ്സിലായിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളിത് ആദ്യം ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത് ടൈമിൻ്റെ ബേസിസിലാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഈ ക്വസ്റ്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടൈമിൻ്റെ ബേസിലാണ് പറയുന്നത്. എ ബിനേക്കാൾ 2 ഇരട്ടി സമയം എടുത്തെന്ന് പറയണു, എ സിനേക്കാൾ 3 ഇരട്ടി സമയം എടുത്തെന്ന് പറയണു. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ബേസിൽ എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ക്വസ്റ്റിനും വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ ക്വസ്റ്റ്യൻസിൽ വർക്കിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ക്വസ്റ്റിനകത്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മറക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അടുത്തേക്ക് വരാം. എന്താണ്? എയും ബിയും സിയും കൂടെ 2 ദിവസം കൊണ്ട് തീർക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബി എത്ര ദിവസം എടുക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചത്. അപ്പോൾ ഞാൻ എ എക്സ് ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബി x/2 ഡേയ്സ് ആണെന്ന് പറഞ്ഞു. കാരണം ബി x/2 ആവാനുള്ള കാരണം എന്താ? A/2 ആണ് ടൈമിൻ്റെ ബേസിൽ എഴുതുമ്പോൾ. അപ്പോൾ എ എക്സ് ഡേയ്സ് ആണെങ്കിൽ ബി x/2 ഡേയ്സ് ആയിരിക്കും. കറസ്പോണ്ടിംഗ്ലി സി എന്ന് പറഞ്ഞാൽ x/3 ഡേയ്സ് ആയിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ 1 day വർക്ക് ഞാൻ എഴുതുകയാണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. എയുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/x ആയിരിക്കും. ബിയുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 2/x ആയിരിക്കും. സിയുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 3/x ആയിരിക്കും.
എയും ബിയും സിയും കൂടെ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എ പ്ലസ് ബി പ്ലസ് സിയുടെ ഒരു ദിവസം വർക്ക് എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ രൂപത്തിലേക്ക് ആക്കി ഇതിൻ്റെയൊക്കെ 1 ഡേ വർക്ക് എടുത്തു. അതാണ് 1/x പ്ലസ് 2/x പ്ലസ് 3/x ഈക്വൽ ടു 1/2 ആയി. 6/x ഈക്വൽ ടു 1/2, x ഈക്വൽ ടു 12 കിട്ടി. x ഈക്വൽ ടു 12 കിട്ടും. നമുക്ക് x/2 ഡേയ്സ് ആണ് ബി എടുത്തതെന്ന് അറിയാം. അപ്പോൾ ബി ടേക്സ് 6 days ടു കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A and B can do a piece of work in 30 days, while B and C can do the same work in 24 days, and C and A can do it in 20 days. They all work together for 10 days when B and C leave. How many more days A take to finish the work? നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? എയും ബിയും കൂടെ എത്ര ദിവസം എടുക്കുമെന്ന് പറഞ്ഞേക്കണേ? 30 days അല്ലേ? ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കണേ? ബിയും സിയും കൂടെ എത്ര ദിവസം എടുക്കുമെന്ന് പറഞ്ഞേക്കണേ? 24 days. ഓക്കെ, എയും സിയും കൂടെ എത്ര ദിവസം എടുക്കുമെന്ന് പറഞ്ഞേക്കണേ? 20 days അല്ലേ? അപ്പോൾ ഇവരുടെ 3 പേരെ എത്ര ദിവസം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞേക്കണത്? എയും ബിയും സിയും കൂടെ 10 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞേക്കണത്. എയും ബിയും സിയും കൂടെ 10 ദിവസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബിയും സിയും ലെഫ്റ്റായി, ബിയും സിയും പോയി. റിമൈനിങ് ഡേയ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. റിമൈനിങ് ഡേയ്സ് ആണ് ചോദിച്ചത്. അത് നമുക്ക് ഇവരുടെ 1 day വർക്ക് കണ്ടുപിടിക്കാമല്ലോ. 1 day വർക്ക് ഞാൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 1 day വർക്ക് എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും കൂടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/30 ആയിരിക്കും. ബിയുടെയും സിയുടെയും 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/24 ആയിരിക്കും. എയുടെയും സിയുടെയും 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/20 ആയിരിക്കും. ഇപ്പോൾ ഇവരെ 3 പേരുടെയും 1 day വർക്ക് കിട്ടി നമുക്കല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയത് ഇത് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക, ഇത് 2 ആയിട്ട് എടുക്കുക, ഇത് 3 ആയിട്ട് എടുക്കുക. കാരണം ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? നമുക്ക് എ പ്ലസ് ബി ആണ് ഇവിടെ, ബി പ്ലസ് സി ആണ് ഇവിടെ, എ പ്ലസ് സി ആണ് ഇവിടെ. ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 + 2 + 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് സി. ഇതല്ലേ 3 കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെയാണ്? 1/30 പ്ലസ് 1/24 പ്ലസ് 1/20 എന്ന് വരും അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ 2 times എ പ്ലസ് ബി പ്ലസ് സി എന്നായിരിക്കും. 2 × എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരിക. ഇവരുടെയൊക്കെ 1 day വർക്കാണ്. കാരണം നമ്മളിവിടെ 1 day വർക്കാണ് എടുത്തേക്കുന്നത്. ഇവരുടെ ആദ്യം നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ചെയ്തിരുന്നു. അപ്പോൾ 1 day വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എയുടെ 1 day വർക്ക് ആയിരിക്കും, ബിയുടെയും 1 day വർക്ക് ആയിരിക്കും. എന്നാലാണ് കറസ്പോണ്ടിൽ ഇവർ 2 പേരുടെയും 1 day വർക്ക് കിട്ടുക. അതാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. എങ്കിലും നമുക്കത് കാണുമ്പോൾ മനസ്സിലാവണം. എയുടെ 1 day വർക്കാണിത്, ബിയുടെ 1 day വർക്കാണിത്, സിയുടെ 1 day വർക്കാണിത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? 1/30 പ്ലസ് 1/24 പ്ലസ് 1/20 ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്താ വരിക? ഇവരെ 3 പേരുടെയും 1 day വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 താഴത്തേക്ക് പോകും, 1/2 വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 15/120 വരും. അപ്പോൾ ഇത് കറസ്പോണ്ടിംഗ്ലി 1/16 എന്നാവും. അതായത് ഇവർ 3 പേരും കൂടെ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ്? 16 days കൊണ്ട് തീർക്കുന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സിയുടെ 1 day വർക്ക് നമുക്ക് കിട്ടി. എന്താണ്? 1/16 നമുക്ക് കിട്ടി. ഇവർ എന്താണ്? 10 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണേ. അതായത് എയും ബിയും സിയും കൂടെ 10 days വർക്ക് ചെയ്തു അല്ലേ? 10 days വർക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ പറയണേ. അപ്പോൾ എന്താണ് സംഭവിക്കുക? 10 × 1/16 ആയിരിക്കും. അതായത് 10/16 ആണ് ഇവർ ചെയ്ത 10 ദിവസം ചെയ്ത വർക്ക്. അപ്പോൾ റിമൈനിങ് വർക്ക് എന്താണ്? റിമൈനിങ് വർക്ക് എന്നുള്ളത് 1 - 10/16 ആയിരിക്കും. അതായത് 6/16 ആയിരിക്കും, അല്ലെങ്കിൽ 3/8 ആയിരിക്കും റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത്. ഈ റിമൈനിങ് വർക്ക് ചെയ്യണത് എ ഒറ്റയ്ക്കാണ്. കാരണം ബിയും സിയും പോയി. അപ്പോൾ റിമൈനിങ് വർക്ക് എ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ദിവസം ഇനി എടുക്കുമെന്നാണ് ചോദിച്ചാണ് നമ്മുടെ അടുത്ത് അല്ലേ? റിമൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരുന്നു. ബിയും സിയും ലെഫ്റ്റ് ആയി എന്നാണ് പറയുന്നത്. അതായത് എയുടെയും ബിയുടെയും സിയുടെയും വെച്ചിട്ട് അതിനകത്ത് നിന്ന് ബിയുടെയും സിയുടെയും മൈനസ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് എയുടെ മാത്രം കിട്ടുള്ളൂ. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് ബി പ്ലസ് സി മൈനസ് ചെയ്താലാണല്ലോ നമുക്ക് എയുടെ കിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ വഴിയില്ല എ കണ്ടുപിടിക്കാനായിട്ട്. വേറെ വഴി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വഴി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നോക്കിയിട്ട് ഈ ഒരു വഴിയാണ് കണ്ടത്. എയും ബിയും സിയും ഉണ്ട് നമ്മുടെ കയ്യിൽ, ബിയും സിയും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ കിട്ടും, എയുടെ 1 day വർക്ക് കിട്ടും. അപ്പോൾ എയുടെ 1 day വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് വർക്ക് വെച്ചിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കത് വെച്ചിട്ട് ചെയ്യാം ബാക്കി. ഓക്കെ, ഞാൻ അടുത്ത പേജിൽ എഴുതുവാണ്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള ഞാൻ അതിൽ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിനാണ് ഞാൻ എഴുതി വെച്ചു. എയുടെയും ബിയുടെയും സിയുടെയും 1 day വർക്ക് എഴുതി വെച്ചു, ബിയുടെയും സിയുടെയും 1 day വർക്ക് എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് എയുടെ 1 day വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി 1 day വർക്ക് മൈനസ് ബി പ്ലസ് സി ആണല്ലോ. കാരണം അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ഈ ബി പ്ലസ് സിയും കട്ടാവും. അപ്പോൾ എ ബാക്കി വരും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സിയുടെ 1 day വർക്ക് എത്രയാണ് തന്നേക്കുന്നത്? 1/16 തന്നിട്ടുണ്ട്. ബിയുടെയും സിയുടെയും 1 day വർക്ക് എന്നുള്ളത് 1/24 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ 1 day വർക്ക് കിട്ടും. എത്രയാണ്? 1/48. എയുടെ 1 day വർക്ക് കിട്ടി. എയുടെ 1 day വർക്ക് കിട്ടി. നമുക്ക് റിമൈനിങ് വർക്ക് എത്രയാണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാമല്ലോ. അതായത് 1/48 × ഒരു എക്സ് എന്നുള്ള വാല്യൂ എടുക്കുകയാണ് ഈക്വൽ ടു എന്താണ്? എത്ര റിമൈനിങ് വർക്ക് എത്ര ഉണ്ട്? 3/8 ഉണ്ട്.
അതായത് ഈ ക്വസ്റ്റൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ 1 ഡേ വർക്ക് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ് റിമൈനിങ് വർക്ക്. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. 3/8 ഇൻറ്റു 48. അപ്പോൾ 8 ഇത് കട്ടാവും, 6 വരും, 18. അപ്പോൾ റിമൈനിങ് ഡേയ്സ് എന്നുള്ളത് 18 ആണ്. 18 ഡേയ്സ് വേണം. അതായത് റിമൈനിങ് ഡേയ്സ് എന്ന് പറയുന്നത് 18 ആണ്. 18 ഡേയ്സ് വേണം എയ്ക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായിരിക്കുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ആദ്യം എന്താ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യനിൽ എയും ബിയും 30 ഡേയ്സ് എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിയും സിയും 24 ഡേയ്സ് എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയും സിയും 20 ഡേയ്സ് എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ ഒരു 1 ഡേ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എയുടെയും ബിയുടെയും 1/30, ബിയുടെ സിയുടെയും 1/24, എയുടെയും സിയുടെയും 1/20. ഇവർ 3 പേര് 10 ദിവസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബിയും സിയും പോയെന്ന് പറയുന്നത്. അപ്പോൾ റിമൈനിങ് ഡേയ്സ് എ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ റിമൈനിങ് എത്ര ഡേയ്സ് വേണമെന്നാണ് ചോദിച്ചത്. എയുടെ റിമൈനിങ് ഡേയ്സ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇക്വേഷൻ എടുത്തു, ഇതൊരു ഇക്വേഷൻ എടുത്തു, ഇതൊരു ഇക്വേഷൻ എടുത്തു. അപ്പോൾ ഈ 3 ഇക്വേഷനോട് ആഡ് ചെയ്താൽ നമുക്ക് A+B+C കിട്ടും എന്നറിയാവുന്നതുകൊണ്ടാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എയും ബിയും ഉണ്ട്, ബിയും സിയും ഉണ്ട്, എയും സിയും ഉണ്ട്. അപ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A+B+C ഇൻറ്റു 2 വെച്ചിട്ട് കിട്ടും. അതിനകത്ത് നമുക്ക് A+B+C കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇത് 3 എണ്ണം ആഡ് ചെയ്തത്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഇത് വെച്ചിട്ട് നമ്മൾ A+B+Cയുടെ ഒരു ദിവസത്തെ വർക്ക് നമ്മൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ A+B+C 10 ദിവസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 10 ഇൻറ്റു 1/16 ആയിരിക്കും. ഓരോ ദിവസവും 1/16 ആണ്. അതുകൊണ്ട് 10 ദിവസം 1/16 വെച്ച് ചെയ്യുമ്പോൾ 10/16 ആണ് 10 ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയായിരിക്കും? 1 - 10/16. നമുക്കറിയാവുന്ന കാര്യമാണ് അത്. അപ്പോൾ 6/16 വന്നു. അതായത് 3/8 ആണ് റിമൈനിങ് വർക്ക്. അപ്പോൾ നമ്മൾ റിമൈനിങ് വർക്ക് എ ഒറ്റയ്ക്കാണ് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ എയുടെ 1 ഡേ വർക്ക് വേണം നമുക്ക് റിമൈനിങ് വർക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എയുടെ 1 ഡേ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് A+B+C - B+C ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ 1 ഡേ വർക്ക് കിട്ടുമല്ലോ. അതാണ് നമ്മൾ അടുത്ത പേജ് ചെയ്തേക്കുന്നത്. A+B+Cയുടെ നമ്മൾ എഴുതി വെച്ചു, B+Cയുടെ നമുക്ക് എഴുതി വെച്ചു. അത് കഴിഞ്ഞ് എയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B+C - B+C. അത് വെച്ച് ചെയ്തപ്പോൾ നമ്മൾ എയുടെ 1 ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ 1/48 കിട്ടി. അത് ഇൻറ്റു എത്ര ദിവസം ചെയ്യുമ്പോഴാണ് റിമൈനിങ് വർക്ക് തീരണമെന്നല്ല നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻറ്റു എക്സ് ചെയ്ത് തരുന്നു. അപ്പോൾ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 18 എന്ന് കിട്ടി. 18 എന്ന് പറഞ്ഞാൽ റിമൈനിങ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 ഡേയ്സ് ആണ്. ടോട്ടൽ ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നാണ്? ആദ്യം 10 ദിവസം എയും ബിയും സിയും കൂടെ വർക്ക് ചെയ്തല്ലോ, അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ടോട്ടൽ ഡേയ്സ് എന്ന് പറയുകയാണെങ്കിൽ. ഇത് നമ്മുടെ റിമൈനിങ് ഡേയ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് 18 എഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. 20 women can do a work in 16 days. 16 men can complete the same work in 15 days. What is the ratio between the capacity of men and a women? അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ എന്തൊക്കെ പറയുന്നത് നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. എന്താ പറയുന്നത്? 20 വിമൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കുമെന്ന് പറയണേ? 16 ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 16 മെന്നിന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 15 ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചത് റേഷ്യോ ആണ് ചോദിച്ചത്. എന്തിൻ്റെ? വർക്കിൻ്റെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. കാരണം കപ്പാസിറ്റി ഓഫ് മെൻ ആൻഡ് വിമൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി വർക്കിൻ്റെ ബേസിസിലാണ് നമ്മുടെ റേഷ്യോ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 20 വിമൻ 16 ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 വിമൻ എത്ര ദിവസം എടുക്കും? 1 വിമൻ എത്ര ദിവസം എടുക്കും നമുക്ക് പറയാമല്ലോ. കാരണം നമുക്കറിയാം 2 ആൾക്കാരെ നമ്മൾ വീട്ടിൽ വിളിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പണി എടുക്കുകയാണെങ്കിൽ ഒരാൾ വെച്ചിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും? 2 ദിവസം കൊണ്ടാണ് ചെയ്യാൻ പറ്റുക. നമുക്കറിയാം. അത് നമ്മൾ ജസ്റ്റ് ഒരു ലോജിക്കലി ആലോചിച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 1 വിമൻ എത്ര ദിവസം എടുക്കാൻ പറ്റും? 20 × 16 ആയിരിക്കും. അതായത് 320 ഡേയ്സ് ആയിരിക്കും ഒരു വിമൻ എടുക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 20 വിമൻ കൊണ്ടാണ് 16 ദിവസം കൊണ്ട് തീർന്നത്. അപ്പോൾ ഒരു വിമൻ ആണെങ്കിൽ 320 ദിവസം വേണം വർക്ക് കംപ്ലീറ്റ് ആവാൻ. അതുപോലെ തന്നെ 1 മെൻ്റെ എത്രയായിരിക്കും? 16 × 15 അല്ലേ? എത്ര വരിക? 240 ഡേയ്സ് ആയിരിക്കും ഒരു മെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ഒരു വിമൻ്റെയും ഒരു മെൻ്റെ നമുക്ക് കിട്ടി. അപ്പോൾ 1 ഡേ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? 1 ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വിമൻ്റെ 1 ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ 1/320 ആയിരിക്കും. ഒരു മെന്നിൻ്റെ 1 ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/240 ആയിരിക്കും. അപ്പോൾ ഇവരെ രണ്ടുപേരും 1 ഡേ വർക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചത് കപ്പാസിറ്റി ഓഫ് മെൻ ആൻഡ് വിമൻ്റെ റേഷ്യോ ചോദിച്ചത്. കപ്പാസിറ്റി ഓഫ് വിമൻ എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ബേസിസിലാണല്ലോ. നമ്മൾ വർക്ക് എഴുതിയിരുന്നു, 1 ഡേ വർക്ക് നമ്മൾ എഴുതിയിരുന്നു. അപ്പോൾ വർക്കിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. അതായത് 1 ഡേ വർക്ക് റേഷ്യോ ബിറ്റ്വീൻ മെൻ ഈസ് ടു വിമൻ ആണ് ചോദിച്ചത്. അപ്പോൾ മെൻ്റെ എത്രയായിരുന്നു? 1/240 ആണെന്ന് നമുക്കറിയാം. വിമൻ്റെ 1/320 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് വന്നു? 320 ഈസ് ടു 240 വന്നു. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം 320 ഈസ് ടു 340 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കട്ട് ചെയ്ത് കളയാൻ വന്നു കഴിഞ്ഞാൽ 4 ഈസ് ടു 3 ആയിരിക്കും. കാരണം 80 വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയാം. 80 വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 4 വരും, ഇവിടെ 3 വരും. 4 ഈസ് ടു 3 വന്നു എൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഹോസ്റ്റലിൽ പറഞ്ഞേക്കുന്നത് 20 വിമൻ 16 ദിവസം എടുക്കുന്നതാണ് നമ്മുടെ ഹോസ്റ്റലിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ 1 വിമൻ്റെ എത്ര ദിവസം എടുക്കുമെന്ന് നമ്മൾ നോക്കി. അപ്പോൾ അതിനൊരു ചെറിയൊരു ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ മതി. സാധാരണ ചെയ്യുന്ന പോലെ 1 വിമൻ്റെ 16/20 ഡേയ്സ് എടുക്കരുത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മണ്ടത്തരമാണ്.
കാരണം നമ്മൾ വീട്ടിലിപ്പോൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ രണ്ടാൾക്കാരെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. രണ്ടാൾക്കാരെ വിളിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ പകുതി ദിവസം കൊണ്ട് തീരില്ലല്ലോ, 2 ദിവസം എടുക്കും. അതേ ലോജിക്ക് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് 1 വിമൻ എത്ര ദിവസം എടുക്കും നമുക്ക് കിട്ടി. 16 × 20 വെച്ച് ചെയ്ത് 320 കിട്ടി. അതുപോലെ തന്നെ 16 മെൻ്റെ 15 ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മെൻ്റെ നമുക്ക് 240 ഡേയ്സ് എന്ന് കിട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും 1 ഡേ വർക്ക് നമ്മൾ ചെയ്തു. 1/320 1/240 കിട്ടി. അപ്പോൾ അവർ രണ്ടുപേരുടെയും വർക്കിൻ്റെ ബേസിസിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ 1/240 ആണ് മെൻ്റെ, വിമൻ്റെ 1/320 ആണ്. അപ്പോൾ ഈ 320 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഞാൻ രണ്ടിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 320:240 വന്നു. അപ്പോൾ 4:3 എന്ന് വരും, കാരണം 8 വെച്ചിട്ട് ഡിവൈഡ് ആയി പോകും. അപ്പോൾ 4:3 വരും എൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. A can finish a work in 24 days, B in 9 days and C in 12 days. B and C start the work but are forced to leave after 3 days. The remaining work was done by A in. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെ പറഞ്ഞെന്നുള്ള ആദ്യം എഴുതിയെടുക്കാം. എയ്ക്ക് എത്ര ദിവസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 24 ദിവസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്ക് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 9 days എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. സിക്ക് 12 days എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവരെ 3 പേരെ നന്നിട്ടുണ്ട്. വർക്ക് തുടങ്ങിയത് ബിയും സിയും ഒരുമിച്ചാണ്. അവർ 3 ദിവസം വർക്ക് ചെയ്യാനായിട്ട് പോയി. അതായത് ബി പ്ലസ് സി 3 days വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റിമൈനിങ് വർക്ക് എ ഒറ്റയ്ക്കാണ് ചെയ്തത്. റിമൈനിങ് വർക്ക് എ ഒറ്റയ്ക്കാണ് ചെയ്തേക്കുന്നത്. അത് എത്ര ദിവസമാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എന്താണ്? എ 24 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സി 3 ദിവസം വർക്ക് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ഇവരുടെ 1 ഡേ വർക്ക് കണ്ടുപിടിക്കാം അല്ലേ. 1 ഡേ വർക്ക് എന്താണ്? എയുടെ എത്രയാണ്? 1/24 ആണ്. ബിയുടെ എന്താണ്? 1/9 ആണ്. സിയുടെ എന്താണ്? 1/12 ആണ്. അപ്പോൾ ബിയും സിയും 3 ദിവസം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് 1/9 + 1/12. ഇതാണ് ഇവരുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത്. 1 ഡേ വർക്ക് എന്ന് പറയുന്നത് അതെത്രയാണ് വന്നേക്കുന്നത്? സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 4/36 + 3/36 വരും. അതായത് 7/36 എന്ന് വരും. ഓക്കെ, ഇതാണ് അവരുടെ 1 ഡേ വർക്ക്. അങ്ങനെയാണെങ്കിൽ 3 ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാരണം അവർ 3 ദിവസമാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പോൾ 3 ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ 7/36 × 3 ആണ്. എത്രയാണ്? 21/36. ഇത്ര ഭാഗം വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി വർക്കാണ് എ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പം റിമൈനിങ് വർക്ക് എന്താണ്? റിമൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ 1 - 21/36 ആണ്. അതായത് 15/36. ഈ 15/36 നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. അതായത് 5/12 എന്ന് വരും. അതായത് റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 5/12 ആണ്. ഈ റിമൈനിങ് വർക്കാണ് എ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്. അതായത് എയുടെ നമുക്ക് 1 ഡേ വർക്ക് നമുക്കറിയാം 1/24 ആണെന്നറിയാം. ഇൻറ്റു ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ആവണം. അതാണ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് അടുത്ത പേജിൽ ചെയ്യാം. അപ്പോൾ എയുടെ ഒരു ദിവസത്തെ വർക്ക് എത്രയായിരുന്നു? 1/24 എന്ന് എഴുതി. റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ 1/24 ൻ്റെ ഒരു വാല്യൂ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, എക്സ് എന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് റിമൈനിങ് ഡേയ്സ് ആണ് എക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈക്വൽ ടു 5/12 വരണം. എന്നാലുള്ള നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താണ്? 5/12 × 24 എന്ന് വന്നു. അതായത് 10 ഡേയ്സ്. അപ്പോൾ റിമൈനിങ് ഡേയ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയേണ്ടത്? 10 ഡേയ്സ് ആണ് റിമൈനിങ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നാലും എന്താണ് പറഞ്ഞേക്കണേ? എ 24 ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി 9 ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സി 12 ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിയും സിയും കൂടെ 3 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിയും സിയും ലെഫ്റ്റായി. ബാക്കി വർക്ക് ചെയ്തേക്കുന്നത് എ ഒറ്റയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എയുടെ നമുക്ക് 1 ഡേ വർക്ക് എഴുതാമല്ലോ. 1/n ആണ്. ഓക്കെ, 1/24 കറസ്പോണ്ടിംഗ്ലി ബിയുടെ 1/9, സിയുടെ 1/12. അപ്പോൾ ബാക്കി ചോദിച്ചത് ബി സി 3 ദിവസം വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ബിയുടെയും സിയുടെയും ഞാൻ ഒരു ദിവസത്തെ വർക്ക് എടുത്തു. അതാണ് 7/36 നമുക്ക് കിട്ടിയത് അല്ലേ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് 7/36 കിട്ടി. അപ്പോൾ അവരുടെ 3 ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ 7/36 × 3 ആണ്. അതായത് 21/36 കിട്ടി. അപ്പോൾ റിമൈനിങ് വർക്ക് എന്തായിരിക്കും? 1 - 21/36 ആയിരിക്കും. അതാണ് നമുക്ക് 15/36 = 5/12 എന്ന് കിട്ടിയത്. അപ്പോൾ റിമൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ 5/12 ആണ്. ആ റിമൈനിങ് വർക്ക് തീർക്കുന്നത് എ ഒറ്റയ്ക്കാണ്. അപ്പോൾ എയുടെ 1 ഡേ വർക്ക് നമുക്കറിയാം. അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് ആയിരിക്കും റിമൈനിങ് വർക്ക് തീർക്കാനുള്ള ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ അടുത്ത പേജ് ചെയ്തേക്കുന്നത്. എയുടെ വർക്ക് എന്നുള്ളത് 1/24 ആയിരുന്നു 1 ഡേ വർക്ക് എന്ന് പറയുന്നത്. റിമൈനിങ് ഡേയ്സിനെ ഞാൻ എക്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. റിമൈനിങ് വർക്ക് എന്നുള്ള 5/12 ആയിരുന്നു. അപ്പോൾ 1/24 × x ആണ് 5/12. അപ്പോൾ x = 5/12 × 24 = 10 ഡേയ്സ് എന്ന് വന്നു. അപ്പോൾ റിമൈനിങ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 10 ഡേയ്സ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ആൻഡ് ബി ക്യാൻ ഡു എ ജോബ് ടുഗദർ in 7 days. A is 1/3/4 times as efficient as B. The same job can be done by A alone in.
അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത് നമ്മൾ ആദ്യം എഴുതിയെടുക്കാം. ഓക്കെ, എയും ബിയും കൂടെ ഒരുമിച്ച് 7 ദിവസം എടുത്തെന്നാണ് പറഞ്ഞേക്കുന്നത്. എ പ്ലസ് ബി 7 days എടുത്തെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എ ഈസ് 1/3/4 ടൈംസ് ആസ് എഫിഷ്യൻറ്റ് ആസ് ബി എന്ന് പറഞ്ഞേക്കണേ. ആസ് എഫിഷ്യൻറ്റ് ആസ് ബി എന്ന് പറയണേ. അപ്പോൾ എ ഈസ് 1/3/4 ടൈംസ് എഫിഷ്യൻറ്റ് ആസ് ബി എന്ന് പറഞ്ഞേക്കണേ, അതായത് വർക്കിൻ്റെ ബേസിസിൽ. ഓക്കെ, അതായത് എ ഈസ് എന്താണ് 7/4 ടൈംസ് ബി ആണ് വർക്കിൻ്റെ ബേസിസിൽ. ടൈമിൻ്റെ ബേസിൽ എന്തായിരിക്കും? ടൈമിൻ്റെ ബേസിൽ എഴുതുമ്പോൾ ബി ഈക്വൽ ടു 7/4 എ എന്ന് വരും. കാരണം വർക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ടൈം. നമ്മളെല്ലാ വീഡിയോയിലും ചെയ്തേക്കുന്നതാണ് അത്. അപ്പോൾ അത് മനസ്സിലാവാത്തൊരു ആ ബേസിക്സ് ഫോർമുലാസ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വരും ടൈമിൻ്റെ ബേസിസിൽ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചത് എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ് നമ്മളോട് ചോദിച്ചത്. എയും ബിയും കൂടെ 7 ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ 1 day വർക്ക് എത്രയായിരിക്കും? എയുടെയും ബിയുടെയും 1 day വർക്ക് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/7 ആയിരിക്കും. എയുടെ നമ്പർ ഓഫ് ഡേയ്സ് അറിയില്ല, ബിയുടെ നമ്പർ ഓഫ് ഡേയ്സ് അറിയില്ല. ഞാൻ എയുടെ നമ്പർ ഓഫ് ഡേയ്സ് എക്സ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, എക്സ് ഡേയ്സിന് എടുക്കുവാണ്. അപ്പോൾ ബിയുടെ നമ്പർ ഓഫ് ഡേയ്സ് എത്രയായിരിക്കും? നമുക്ക് ടൈമിൻ്റെ ബേസിസിൽ അറിയാമല്ലോ. എങ്ങനെയാണ്? ബി ഈക്വൽ ടു 7/4 എ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എ എക്സ് ഡേയ്സ് എടുക്കുവാണെങ്കിൽ ബി എത്ര ഡേയ്സ് എടുക്കും? 7/4 എക്സ് ഡേയ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടൈമിൻ്റെ ബേസിൽ നമ്മൾ ബി ഈക്വൽ ടു 7/4 എ എന്നാണ് നമ്മൾ ഇട്ടത്. അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ് ഇട്ടപ്പോൾ 7/4 എക്സ് എന്ന് പറഞ്ഞിട്ട് ബിയുടെ എടുത്തത്. ഓക്കെ, ഇവരുടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇവരുടെ 1 day വർക്ക് എത്രയായിരിക്കും? 1 day വർക്ക് എന്ന് പറഞ്ഞാൽ എയുടെ 1/x ആയിരിക്കും, ബിയുടെ എന്തായിരിക്കും? 7x/4 ആയിരുന്നു. അപ്പോൾ 4/7x ആയിരിക്കും ബിയുടെ 1 day വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും കൂടെ അവർ 7 ദിവസം കൊണ്ട് തീർത്തു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയുടെയും ബിയുടെയും 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/7 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എയ്ക്കും ബിക്കും 1/x-ഉം 4/7x-ഉം വെച്ചിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ എന്താ വരിക? 1/x പ്ലസ് 4/7x ഈക്വൽ ടു 1/7 വന്നു. അതായത് നമുക്ക് ഈ താഴത്തെ ടൈം ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 7 + 4/7x ഈക്വൽ ടു 1/7 വന്നു. ഈ 7നെയും ഈ 7നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഈ 7x ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലേ മതി. ഞാൻ ജസ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ x ഈക്വൽ ടു 11 എന്ന് വന്നു. അതായത് x ഈക്വൽ ടു 11 എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ നമ്പർ ഓഫ് ഡേയ്സ് 11 days ആണ്. അതായത് നമ്മളടുത്ത് ക്വസ്റ്റൻ എന്താ ചോദിച്ചാണ്? എ എലോൺ എത്ര ദിവസം എടുക്കുന്നതാണ് നമ്മളടുത്ത് ക്വസ്റ്റൻ ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളത് നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. കാരണം 11 ആയിരുന്നു എക്സ്. അപ്പോൾ എയുടെ നമുക്ക് 11 days എന്ന് കിട്ടി. അതായത് എയുടെ നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളത് നമുക്ക് 11 days എന്ന് കിട്ടി. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താണ് പറയുന്നത്? നമ്മുടെ ക്വസ്റ്റൻ ആയിട്ട് തന്നത് എയും ബിയും കൂടെ 7 ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എയുടെ വർക്കിൻ്റെ ബേസിസിൽ നമ്മളോട് പറയുന്നത് എ ഈസ് 1/3/4 ടൈംസ് എഫിഷ്യൻ്റ് ആസ് ബി എന്ന് പറഞ്ഞിരുന്നത്. അതാണ് നമ്മൾ 1/3/4 ബി എന്നിട്ടത്. അപ്പോൾ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിരുന്നു അത്, അല്ലേ? ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിരുന്നു. ഇതിനെയാണ് നമ്മൾ 7/4 ബി എന്നിട്ടത്. കാരണം 4 + 3/4 ആണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ സാധാ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ അറിയായിരിക്കുമല്ലോ. 7/4 ബി എന്ന് വന്നു. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ ബേസിസിൽ ഞാൻ അങ്ങ് എഴുതി. എന്താണ്? ബി ഈക്വൽ ടു 7/4 എ എന്നാണ്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവരുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെയും ബിയുടെയും 1 day വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 1/7 ആണ്. കാരണം n days ആണെങ്കിൽ 1/n ആയിരിക്കും 1 day വർക്കിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എയുടെ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതാണ് ഞാൻ എക്സ് ഡേയ്സിന് എടുത്തത്. ബിയുടെ നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. കാരണം ടൈമിൻ്റെ ബേസിൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നു. അതിനകത്ത് എക്സ് ഡേയ്സ് ആണ് എ എങ്കിൽ 7/4 എക്സ് ഡേയ്സ് ആയിരിക്കും ബി. അപ്പോൾ അവരുടെ 1 day വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? എയുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/n പോലെ തന്നെ 1/x വന്നു. ബിയുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 4/7x വന്നു. അപ്പോൾ അത് കണ്ട് നമ്മളൊരു ഇക്വേഷൻ രൂപത്തിലാക്കി. കാരണം നമുക്ക് ഇവരുടെ 1 day വർക്ക് 1/7 ആണെന്ന് അറിയാം. അപ്പോൾ അവരുടെ 1 day വർക്കിനകത്ത് എയുടെ 1 day വർക്കും ബിയുടെ 1 day വർക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 1/x പ്ലസ് 4/7x ഈക്വൽ ടു 1/7 വന്നു. അപ്പോൾ നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് x ഈക്വൽ ടു 11 എന്ന് വന്നു. അപ്പോൾ എയുടെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരുന്നു. അപ്പോൾ എയുടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എന്ത് പറയും? 11 days കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഇത് 5 ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഹോംവർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 15 days and 10 days respectively. They started doing the work together, but after 2 days B had to leave and A alone completed the remaining work. The whole work was completed in. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത് 12 days ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A works twice as fast as B. If B can complete a work in 12 days independently, the number of days in which A and B can together finish the work in. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4 days ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A and B can do a work in 8 days. B and C can do the same work in 12 days. A, B and C can finish it in 6 days. A and C together can do it in.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8 days ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എക്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 40 days. ഹി വർക്ക് അറ്റ് ഇറ്റ് ഫോർ 8 days ആൻഡ് വൈ ഫിനിഷ്ഡ് ഇറ്റ് ഇൻ 16 days. ഹൗ ലോങ് വിൽ ദേ ടുഗദർ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 40/3 days ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days. എ ഹാവ് വർക്ക്ഡ് ഫോർ 16 days. ബി ഫിനിഷസ് ദ റിമൈനിങ് വർക്ക് അലോൺ ഇൻ 44 days. ഇൻ ഹൗ മെനി ഡേയ്സ് ഷാൽ ബി ഫിനിഷ് ദ ഹോൾ വർക്ക് അലോൺ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ടേക്സ് 60 days എന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്നു. ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ചോദിക്കേണ്ടതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് ഈ ടൈം ആൻഡ് വർക്ക് സീരീസിലെ ലാസ്റ്റ് പാർട്ട്. ഇനി പുതിയ ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ.